ബസന്ത്, പാകിസ്ഥാൻ ഇപ്പോഴും അവകാശവാദങ്ങൾക്ക് കുറവില്ല. മാത്രമല്ല വ്യാജ വാർത്തകളും പടച്ചുവിടുന്നുണ്ട്. ഇന്ത്യയെ തകർത്തു, ബ്രിഗേഡ് കേന്ദ്രം തകർത്തു, ഇന്ത്യയുടെ വിമാനങ്ങൾ തകർക്കാൻ കഴിഞ്ഞു, സൈനികരെ വധിക്കാൻ കഴിഞ്ഞു തുടങ്ങി പല വാർത്തകളും വ്യാജ വാർത്തകളും പടച്ചുവിടുകയാണ് പാക് സൈന്യം, പാക് അധികൃതർ. പക്ഷേ ഇന്ത്യ ഉറച്ചു തന്നെ നിൽക്കുന്നു, പാകിസ്ഥാന്റെ ഏത് ചെറുത്തുനിൽപ്പിനെയും പ്രതിരോധിക്കും എന്നതാണ്. ഇന്ന് രാവിലെ തന്നെ വന്ന ഏറ്റവും വലിയ വ്യാജ വാർത്ത എന്ന് പറയുന്നത് ഖ്വാജ ആസിഫിൻ്റെതായിരുന്നു. ഇന്ത്യ സൈനികരെ ഞങ്ങൾ യുദ്ധ തടവുകാരായി പിടിച്ചു എന്നുള്ളതാണ്. നിരവധി പേരെ ഞങ്ങൾ യുദ്ധ തടവുകാരാക്കി കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഖ്വാജ ആസിഫിൻ്റെ ആദ്യത്തെ പ്രസ്താവന വന്നത്. അത് വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു, വയർ ഏജൻസിക്ക് നൽകിയ. അത് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് അദ്ദേഹം പിൻവലിക്കുന്നു. ആരെയും POWs ആയിട്ട് ആരെയും എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പ്രതിരോധ മന്ത്രി മുതൽ തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ മാധ്യമപ്രവർത്തകർ വരെ വർഷങ്ങൾ മുമ്പുള്ള വീഡിയോകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യയുടെ വിമാനം തകർന്നു, ഇന്ത്യയുടെ വിമാനം തകർത്തിട്ടിട്ടുണ്ട് എന്നുള്ള ഇത് വരുന്നുണ്ട്. പക്ഷേ ഫാക്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഇന്ത്യയിലെ ഹാൻഡിലുകളെല്ലാം തന്നെ, പ്രത്യേകിച്ചും മുഹമ്മദ് സുബൈറിനെ പോലുള്ളവർ അപ്പോൾ തന്നെ അതൊക്കെ തെറ്റാണ് എന്ന് കാണിക്കുകയും ഏതെല്ലാം ഹാൻഡിലുകളാണ് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഇവയെല്ലാം തന്നെ പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള, പാകിസ്ഥാനിൽ നിന്നും പ്രവർത്തിക്കുന്ന, ഇന്ത്യയുടെ പേര് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ടർ എന്നുള്ള പേര് വെച്ചിട്ടുള്ള പാകിസ്ഥാനി ഹാൻഡിലുകളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുഹമ്മദ് സുബൈർ തന്നെ ഓരോ നിമിഷവും ഇത് ഫാക്ട് ചെക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടാണ് ഈ പാകിസ്ഥാൻ്റെ എല്ലാ വാദങ്ങളും പൊളിക്കാൻ എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആയിരുന്നാൽ പോലും അതിനെ നേരിടാൻ ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്ന് ഇപ്പോൾ അത് തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഏത് തരത്തിലാണ് അവരെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇനി വരും നിമിഷങ്ങളിൽ സ്വാഭാവികമായിട്ടും ലോകരാഷ്ട്രങ്ങളുടെ ശക്തമായ ഇടപെടൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പാകിസ്ഥാന് മേലെ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ്.